വെൽക്കം ബാക്ക് ടു ഐലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഷ്രിമ്പ് കൊണ്ടുള്ള ഒരു വിഭവമാണ്. ഇതിന് എന്താ പേരിടേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഷ്രിമ്പ് മോളി എന്നതിന് പേരിടാം. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. കുറച്ച് തേങ്ങാപ്പാലും തക്കാളിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോറിനാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമ്മുടെ ഷ്രിമ്പ് മോളിക്കുള്ള ഷ്രിമ്പാണ് കേട്ടോ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 1 പൗണ്ട് ഷ്രിമ്പാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി കുറച്ച് മുളക് പൊടി, ഇതൊരു ഏകദേശം 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് കുറച്ച് നേരം നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അതാണ് നല്ലത്. ഇത് കണ്ട് നമ്മുടെ മസാലയൊക്കെ ഇത് നന്നായി തിരുമ്മി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിനകത്ത് ഒരു അരമണിക്കൂർ വെച്ചേക്കാം. ആ സമയം കൊണ്ട് ഇതേലെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചോളും. അതിനുവേണ്ടിയാണ് നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഈ സമയം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സവാള അരിഞ്ഞതാണ്. ഇത് ഒരു വലിയ സവാളയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ അത് നമുക്ക് മുഴുവനും തന്നെ എടുക്കാം. പിന്നെ ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് കട്ട് ചെയ്ത് വന്നപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം, അതും ചെറുതായിട്ട് അരിഞ്ഞാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതും 1 ടേബിൾ സ്പൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകാണ്. ഇത് ഓരോരുത്തരുടെ എരിവനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു വലിയ തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. വലുതാണെങ്കിൽ ഒരെണ്ണം, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. അടുത്ത വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇതൊരു ഏകദേശം 1.5 കപ്പോളമുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നാരങ്ങാനീര് വേണം. ഇത് 2 ടീസ്പൂൺ നാരങ്ങാനീരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കടുക്, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പോടെ വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അത് ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തേക്കാം. ആ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ആ കടുകെല്ലാം പൊട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. നമ്മൾ എടുത്തു വെച്ചിരുന്ന കറിവേപ്പില ഈ സമയത്ത് ഇതിനകത്തേക്ക് അങ്ങ് ചേർക്കുകയാണ്. അതിനുശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, ആ സവോള, അത് ഇതിനകത്തേക്ക് ചേർക്കാം. അത് ചെറുതായിട്ടൊന്ന് വാടി വരാൻ ഒരു മിനിറ്റ് മതി. അത് വാട്ടിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങ് ആഡ് ചെയ്യാം. അതോടെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനെപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഈ സവോളയും ഈ ഇഞ്ചിയൊക്കെ പെട്ടെന്ന് വാടി വരും. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. വേറെ പൊടിയൊന്നും ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. അതൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതോടെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഒരു കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്യണം. കാരണം നമ്മൾ നേരത്തെ ഉള്ളിയുടെ കൂടെ കുറച്ചിട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു കുറച്ചുകൂടെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് എന്താണോ അത്രയും കൂടെ ഇട്ട് കൊടുക്കാം. അതോടെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഇതൊരു ഏകദേശം ഒരു 5 മിനിറ്റ് ഇങ്ങനെ മൂടിയിരുന്ന് വേവട്ടെ. അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് അതൊക്കെ ചെറുതായിട്ട് അങ്ങ് അലുത്ത് വന്നോളും. ഇതുകൊണ്ട് ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒരുവിധം വെന്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഷ്രിമ്പ് ഉണ്ടല്ലോ, അത് അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. അതോടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഈ മസാലയെല്ലാം ആയിട്ട് ഒന്ന് ചേരത്തക്ക വിധം മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഇത് കണ്ടോ, നമ്മുടെ മസാലയൊക്കെ ഷ്രിമ്പിനകത്ത് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വെന്തോ എന്നൊന്ന് നോക്കണം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഷ്രിമ്പിന് അധികം വേവില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഈ സമയത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതോടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് ചൂടാക്കാം. ഒത്തിരി തിളയ്ക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. ഇതെല്ലാം തന്നെ ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചേർക്കുന്നത് നാരങ്ങാനീരാണ്. ഒരു 2 ടീസ്പൂൺ നാരങ്ങാനീരാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. ഇതിനൊരു ചെറിയ പുളി ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ നല്ലത്. പിന്നെ നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി അതിനകത്തേക്ക് ഇടാം. ലാസ്റ്റ് നമുക്കൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതോടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഷ്രിംപ് മോളിയുടെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞില്ലേ. ഇനി നമുക്കിതൊന്ന് സെർവിങ് ഡിഷിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിൻ്റെ ഗ്രേവി കുറച്ച് തിക്കായിട്ടാണ് സാധാരണ ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഷ്രിംപ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് ചോറോടെ കൂട്ടിയൊക്കെ കഴിച്ചാലോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ തംബ്നെയിൽ പറഞ്ഞതുപോലെ ഇതുപോലെ ഒരൊറ്റ കറി മതി നമുക്ക് ഈ ചോറിനാനായിട്ട്. അധികം കറികളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് നമ്മുടെ ഷ്രിംപ് മോളി ഉണ്ടാക്കുന്നതെന്ന്? വളരെ എളുപ്പമല്ലേ? നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ഫോർ നൗ.